ഇതിപ്പോ മുട്ട വിരിഞ്ഞ കുഞ്ഞാണ്. ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ പാമ്പും കുഞ്ഞുങ്ങളും അത് അത്ര റിസ്ക് എടുത്തിട്ട് മുട്ട വിരിയിച്ചിട്ട് അപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ തന്നെ അവിടെ എവിടെയെങ്കിലും താറാവിനെ അതിനൊക്കെ പിടിക്കും. 10 എന്നാ രൂപ പാമ്പാ? അത് പെരുമ്പാമ്പാണ്. അണലി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് സാധനമാണ്. ആണല്ലേ? ഏറ്റവും നമ്മുടെ കേരളത്തിലുള്ള രാജവെമ്പാലൊന്നും അത്രയും പ്രശ്നമല്ല. ഉം. രാജവെമ്പാലൊന്നും ഇത് കൂട്ടുള്ള സ്ഥലത്ത് വരില്ല. ആ. അവർ കാടുകളിൽ മാത്രമേ ഉണ്ടാവും. ഈ കടിച്ച ഭാഗം ഏത് മൂർക്കം കഴിച്ചാലും അവിടെ കുറച്ച് പൊള്ളിയ പോലെ ഇരിക്കും. ഇത് അതത്രയേ ഉള്ളൂ. പക്ഷേ അണലി കടിച്ച ആളൊരു തകരാറെന്ന് പറഞ്ഞാൽ അണലി കടിച്ച് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തന്നെ ദീർഘകാലം ആ ഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. വീടുകൾ വൃത്തിയാക്കുന്ന സംഭവം ഇപ്പോൾ കുറഞ്ഞു. അഴുക്ക് കൂടിയും ഇത് ഒരുപാട് പാമ്പുകൾ പ്രസവിക്കുകയും അതൊക്കെ ജനിച്ച് വളരാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. മുമ്പ് അതില്ലായിരുന്നു. ഇതൊക്കെ എൻ്റെ ഉപകരണങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു കിറ്റുകളും സാധനങ്ങളും ഒക്കെ തരേണ്ടതാണ്. തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. കടിച്ച ആൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ചികിത്സ എളുപ്പമായി. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ആശുപത്രി സർക്കാർ ആശുപത്രി കൊണ്ടിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞ ദിവസം പാടത്തുനിന്ന് കിട്ടിയ ഒരു 50-60 പാമ്പിന്റെ മുട്ടകള് വീട്ടിൽ കൊണ്ടുവന്ന് വിരിയിച്ചിട്ട്, അതായത് ഇപ്പൊ കുറച്ചെണ്ണത്തിന് വിരിഞ്ഞിട്ടുണ്ട്, അതിന് എന്താ പറയാ വനപാലകർക്ക് ഫോറസ്റ്റിന് കൈമാറിയ തമ്പിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുള്ളിയുടെ വീട്ടിൽ ഇപ്പോഴും വിരിയാൻ പാമ്പിൻ്റെ മുട്ടകളുണ്ട്. നമുക്ക് അതൊക്കെ കാണാം. ആക്ച്വലി എനിക്ക് നല്ല പേടിയുള്ള ആളാണ് തമ്പിച്ചേട്ടോ. ഓ, ബായോ. നമസ്കാരം. നമസ്കാരം. തമ്പിച്ചേട്ടൻ്റെ കയ്യിൽ ഇപ്പോഴും പാമ്പുണ്ടല്ലേ? ഇത് ഇപ്പൊ രാവിലെ പിടിച്ചോണ്ട് വന്ന പാമ്പാണ്. അണലിയാണ്. ഇത് അണലിയാണല്ലേ ചേട്ടൻ? അണലിയുടെ കുഞ്ഞുങ്ങളാണ്. അണലിയുടെ കുഞ്ഞുങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു 10-12 ദിവസത്തിനുള്ളിൽ വിരിഞ്ഞല്ല പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. അതിനേട്ടാ വിരിയുന്നതും പ്രസവിക്കുന്നതും തമ്മിൽ മുട്ടയിടുന്നതും പ്രസവിക്കുന്നതും ഉണ്ടോ? ഉണ്ട്. അണലി പ്രസവിക്കുന്നു. ഓ, മറ്റു പാമ്പുകളെല്ലാം മുട്ടയിടുകയും. ഓ, അണലി മാത്രം പ്രസവിക്കും. അത് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് എല്ലാ പാമ്പുകളും മനുഷ്യരെ കൂട്ടല്ല, എല്ലാ പാമ്പുകളും ഒരേ സമയത്ത് ഗർഭധാരണം നടത്തുകയും മുട്ടയിടുകയും അത് കഴിഞ്ഞ് ഒരേ സമയത്ത് അത് വിരിയുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ഒരു ജീവികളാണ് പാമ്പ്. മാത്രമല്ല ഇപ്പൊ ചേട്ടൻ വലിയൊരു പാമ്പിനെ അല്ലാണ്ട് ചാക്കിനകത്ത് കിടപ്പുണ്ട്. അതെന്ത് പാമ്പായിരുന്നു ചേട്ടാ? അതിപ്പോ നമ്മുടെ ഈ വെട്ടക്കൽ ഭാഗത്ത് നിന്ന് ഇപ്പൊ അവരുടെ മീൻ കൂടിന്റെ അകത്ത് പാമ്പ് കുടുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ പോകാം. അപ്പോൾ അവർ നമ്മളെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ അത് കൈയോടെ നമ്മൾ അതിനെ അപ്പാട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ തന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ താറാവിനെ അതിനെയൊക്കെ പിടിക്കും. അപ്പോൾ ഒരു 10-20 രൂപ. അത് പെരുമ്പാമ്പാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കുന്നത്. ഈ കോഴി, താറാവ് അതുപോലുള്ള സാധാരണ ജനങ്ങളൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പാമ്പാണ് ഈ പെരുമ്പാമ്പ്. അത് മറ്റു ഉപദ്രവമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടിച്ചാൽ വിഷമൊന്നുമില്ല. പിന്നെ പെരുമ്പാമ്പ് കടിച്ച വിഷമില്ല. പെരുമ്പാമ്പ് കടിച്ച വിഷമില്ല. പിന്നെ ഇറുക്കിക്കൊല്ലും. അപ്പൊ അങ്ങനെ ഒരു പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 40-45 കിലോ വരുന്ന ഒരു പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ പാമ്പിനെ എനിക്ക് പൊക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ 1-2 പേരുടെ സഹായത്തിന് വിളിച്ചിട്ടാണ് അത് പൊക്കി അതിനെ ഞാൻ ഇതിലാക്കി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ പാമ്പൊക്കെ തരത്തിന് നമ്മളെ കിട്ടിയാൽ, ഒരു ചെറിയ ആളുകളൊക്കെ കിട്ടിയാൽ അവർ ഈ പിടിച്ച് മുറുക്കി എല്ലാം കുടിച്ച് കളഞ്ഞ് നമ്മളെ കൊല്ലുന്ന ഒരു ഏർപ്പാട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ചേട്ടന് അംഗീകൃതമായിട്ട് ലൈസൻസ് ഉള്ള ആളാണ്. അതെ. പാമ്പിനെ പിടിക്കാൻ. അതുകൊണ്ട് ചേട്ടന് പാമ്പിനെ എടുത്ത് ചേട്ടാ നമ്മൾ ഈ ചിലവർ കാണാറില്ല, ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ പാമ്പിനെ വെച്ച് അഭ്യാസം. അയ്യോ, അത് ചെയ്യാൻ പാടില്ല. അത് ഷോ കാണിക്കുന്നതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരു റെസ്ക്യൂ ചെയ്യാന്ന് ഇപ്പൊ ഇന്നൊരു 9 മണിക്കൂർ വിളി ഒന്ന് TD സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഉണ്ട്. അവിടെ ഒരു പാമ്പ് വന്ന് ചേട്ടാ സ്കൂളിൽ പിള്ളേർ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വർക്ക് നിർത്തിക്കൊണ്ട് നേരെ അങ്ങോട്ട് പോയി അതിനപ്പം തന്നെ കൈയോടെ എടുത്ത് ഞാൻ കൊണ്ടുപോകുന്നു. അപ്പം പിന്നെ വേറെ റിസോർട്ടിൽ നിന്നൊരു വിളി വന്നു. അപ്പോൾ അതിനെയും പോയി എടുത്ത്. അപ്പോൾ ഇത് എല്ലാം കുഞ്ഞുങ്ങളാണ്. അണലിയാണ്. പക്ഷെ അണലിയാണ്. അണലി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് സാധനമാണ്. ഏറ്റവും നമ്മുടെ കേരളത്തിലുള്ള രാജവെമ്പാലൊന്നും അത്രയും പ്രശ്നമല്ല. രാജവെമ്പാലൊന്നും ഇത് കൂട്ടുള്ള സ്ഥലത്ത് വരില്ല. അവർ കാടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ഈ അണലി, മൂർഖനൊക്കെ ഉള്ള അങ്ങനെയുള്ള പാമ്പുകളാണ് നമ്മുടെ ജനങ്ങളുടെ കൂടെ ഇടക്ക് വരുന്ന പാമ്പുകൾ. അതൊക്കെ അവർ വെരി ഡേഞ്ചറസുമാണ്. ചേട്ടാ ഈ പാമ്പുകളില് മൂർഖൻ, അണലി, അഞ്ചരക്കട്ടൻ, വെള്ളിക്കട്ടൻ, പിന്നെ എട്ടടി അല്ല അത് എട്ടടി മൂർഖനൊക്കെ ഈ മൂർഖനിൽ പെട്ടതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് മൂർഖൻ കടിച്ച 8 അടി നടക്കത്തില്ല, അതിന് മുമ്പ് മരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും പോയിസൺഡ് ഏതാണ്? ഏറ്റവും പോയിസൺ അണലി തന്നെ. അണലിയാണല്ലേ? എന്റെ ചെറുതിലെ അണലിയുടെ അവർ സംഭവം എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ തൊട്ടടുത്ത പഞ്ചായത്ത്, കുത്തോട് പഞ്ചായത്തിൽ 3 പേര് അണലി കടിച്ചിട്ട് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജുണ്ട്. അത് രാത്രി കാലങ്ങളിലാണ്. കാരണം ഇവന് പകലധികം കണ്ണ് കാണിയല്ല. ഇവരെവിടെയെങ്കിലും പതുങ്ങി ചുരുങ്ങി ചെറിയ ചെടികളിലൊക്കെ ചുറ്റിയിരിക്കും. രാത്രി ഇപ്പൊ ഒന്നാമത്തെ കാര്യം
ഈ വീടുകൾ വൃത്തിയാക്കുന്ന സംഭവം ഇപ്പോൾ കുറഞ്ഞു. ഓ. അതാണ് ഏറ്റവും മെയിൻ കാര്യം. അതായത് മുമ്പ് നമ്മുടെ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് തൂമ്പ കൊണ്ട് കിടക്കുന്ന ആളുകൾ വന്ന് വൃത്തിയാക്കി 2 or 3 പ്രാവശ്യം അവർ ചെയ്യുമ്പോൾ, ഒരു വർഷം 2 or 3 പ്രാവശ്യം ചെയ്യുമ്പോൾ വീട് നല്ല സുന്ദരമായിട്ട് കിടക്കുമായിരുന്നു. ഈ ടൈമിൽ ഓണക്കള കിളക്കണ ഒരു സമയമാണ്. അപ്പോൾ ഒരു പുല്ല് പോലും വീടിൻ്റെ അകത്ത് കാണിയല്ല. പക്ഷെ അത് പോയി. ആ പാരമ്പര്യ തൊഴിലുകാരും പോയി, അവരിപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ വന്നതിപ്പോൾ ഈ തൊഴിലുറപ്പ്, അവരെ കുറ്റം പറയല്ല, അവർ ചെയ്യുമ്പോൾ അത്രയൊന്നും വിനയത്തൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. മറ്റവർ ചെയ്യുന്ന അതേ ഇതോടുകൂടി ചെയ്യാൻ പറ്റില്ല. ഇവർ ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ വീടുകളിൽ അഴുക്ക് കൂടുന്നു. അഴുക്ക് കൂടുകയും ഇത് ഒരുപാട് പാമ്പുകൾ പ്രസവിക്കുകയും അതൊക്കെ ജനിച്ച് വളരാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. മുമ്പ് അതില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഇനിയിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് പാമ്പുകൾ ഇനി നിറയും ഇവിടെ. ഞങ്ങളെ കൊണ്ടൊക്കെ എത്ര എണ്ണത്തിനെ പിടിക്കാൻ പറ്റും? ഒരു ദിവസം കൂടി ഒന്ന് ഒരു 3-4 പാമ്പിനെയൊക്കെ ഇപ്പം പിടിക്കുന്നുണ്ട്. അതൊന്നും അല്ല ഇപ്പോഴത്തെ കാലം. എന്ത് വെച്ചിട്ടാ പിടിക്കുന്നത്? ടൂളുണ്ട്, പിന്നെ സഞ്ചികളുണ്ട്. സഞ്ചിയും ഞാനിങ്ങനെ സഞ്ചിയൊക്കെ ഞാൻ തയ്യാറാക്കി. ആദ്യം പാമ്പുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ പോയി ആ പാമ്പിന്റെ തൊട്ടടുത്ത് പോയി സഞ്ചികളൊക്കെ തയ്യാറാക്കി. പാമ്പിന് ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ സ്മെൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പാമ്പിന്റെ സ്മെല്ല് വരുന്നതുണ്ട്. അങ്ങനെ സ്മെല്ലാണോ? സ്മെല്ല് ഉണ്ട്, പക്ഷെ അത് ഈ മൂർഖനൊക്കെയാണ് സ്മെല്ല് വരുന്നത്. അതിന്റെ വാ പിടിക്കുമ്പോൾ ചെറിയ സ്മെല്ല് വരും. പക്ഷെ അതിനേക്കാളുപരി നമ്മൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ, ഇത് കൂട്ടുള്ളതല്ല, വലിയ പാമ്പാണെങ്കിൽ ആ പാമ്പുകൾ ചീറ്റാൻ തുടങ്ങും നമ്മൾ തൊട്ടടുത്ത് ചെന്ന് കഴിയുമ്പോൾ. അപ്പൊ ഇതും അതെ, ഈ വിറക് പെര, പാമ്പ് കൂടുതൽ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിറക് പെര, പിന്നെ ഈ ഓട് ഇഷ്ടിയ, ഓടൊക്കെ അടുക്കി വെക്കും, അവിടെ കൂടുതലുണ്ടാവും. പിന്നെ ഓട് ഇഷ്ടിയ, വിറക്, പിന്നെ വേസ്റ്റ്, ഈ സ്ഥലങ്ങളിലാണ് പാമ്പ് ഏറ്റവും കൂടുതൽ പാമ്പ് സേഫായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വിറക് വരെ പാമ്പടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്നു, ആ വിറകെടുത്ത് മാറ്റി അതിൻ്റെ അടിത്തട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ചീറ്റ് തുടങ്ങും. അപ്പം നമുക്കറിയാം. പിന്നെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട്, അത് പിന്നെ ഓരോ കഷ്ണം എടുക്കുകയുള്ളൂ. എന്നിട്ട് നമ്മളത് ചെയ്യുന്നത് അതിനെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇത്രയും പെട്ടെന്ന് എൻ്റെ മറ്റു ജോലികൾ, എനിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അത് എൻ്റെ ഒരു പാഷനാണ്. അതായത് ഞാൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവരെ കൊല്ലാൻ എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് കൊല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി അതിനെ ഉപദ്രവിക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുന്നു. അതിനെ സുരക്ഷിതമായിട്ട് എൻ്റെ ഇതുപോലുള്ള സഞ്ചികൾ, ഇതൊക്കെ എൻ്റെ ഉപകരണങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു കിറ്റുകളും സാധനങ്ങളും ഒക്കെ തരേണ്ടതാണ്. ഇതുവരെ തന്നിട്ടില്ല. ലൈസൻസ് ഉള്ളതാണ്. 1-1.5 വർഷമായിട്ട് ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്. എനിക്ക് 3 ഉണ്ട്. പക്ഷേ വെറും 10,000-4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റായിട്ട് ഇതൊന്നും കറക്റ്റല്ല. കാരണം ഇതൊക്കെ വെയിറ്റ് കൂടുക, ഇതും അതേ വെയിറ്റ് കൂടുതല. ഈ സഞ്ചിയൊക്കെ അത്ര പെർഫെക്റ്റ് അല്ല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊന്നും അല്ല, കറക്റ്റായിട്ടുള്ള സാധനമുണ്ട്. ആ സാധനമാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഉണ്ടാക്കിയേക്കണം, നമുക്ക് എന്തെങ്കിലും കിട്ടാനോ എൻ്റെ വരുമാന മാർഗ്ഗമല്ല ഇത്. വരുമാന മാർഗ്ഗം ഞാൻ തൊഴിൽ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് അവരോടുള്ള ഒരു താല്പര്യം, പാമ്പിനെ ഈ ആളുകളിട്ട് തല്ലിക്കൊല്ലുമ്പോൾ അതിൻ്റെ ആ നിസ്സഹായാവസ്ഥ, കുറേ പേര് ഇങ്ങനെ തല്ലുമ്പോൾ പാമ്പ് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കൂട്ടം, മനുഷ്യാവകാശ കമ്മീഷനും അതും ഇതുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ ആര് രക്ഷിക്കാനാണ്? അപ്പം അവർ സുരക്ഷിതമായിട്ട് അവരുടെ ആവാസ വ്യവസ്ഥാനിച്ച് അവരുടെ കാടുകളിൽ അവർ പോയി ജീവിക്കും. നമ്മളിവിടുന്ന് പെറുക്കി കൊടുത്ത. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ജന്മത്തെ അതിനെ കംപ്ലീറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയായി പാമ്പ്. ചേട്ടനെ നമ്മുടെ ഈ വീഡിയോയിൽ ആൾക്കാരെല്ലാം കാണാനിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചേട്ടന്റെ പാമ്പും കുഞ്ഞുങ്ങളെ. അതെ, അത് കാണാം. അപ്പൊ ചേട്ടാ, ഒറ്റ ഡൗട്ടോടെ ചോദിച്ചു നമുക്ക് പോവാം. ആ കുപ്പിക്കകത്തിരിക്കുന്നത് അതാണല്ലാണ്. അതെ, അല്ല, ആ കുപ്പിക്കകത്തിരിക്കുന്നതിന് എത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞേ? അതൊരു 10-12 ദിവസം പ്രായം. കറക്റ്റ് ചേട്ടൻ അറിയാം. അതെങ്ങനെയാ അളവുണ്ട്? അത് അതിന്റെ പ്രായത്തിൽ. പക്ഷെ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നിശ്ചയം നിൽക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും എന്റെ കയ്യിൽ എടുക്കുന്ന കുപ്പി പോലെ എടുക്കാനുള്ള ഒരു പേടിയുണ്ട്. കാരണം എന്റെ ചെറുതിൽ എന്റെ അമ്മ മുളകരച്ചുകൊണ്ടിരുന്നപ്പോ പാമ്പ് വന്ന് അണലിയാ വന്നത്. അന്നത്തോടു കൂടി എനിക്ക് പേടി തട്ടി. ചെറുതിലെ 3 വയസ്സിലെ പേടി തട്ടി. അല്ല, പഴയതുപോലല്ല. ഇപ്പൊ അണലി, മുമ്പ് ഒരു 3/4 മീറ്ററിന്റെ അപ്പുറത്ത് അണലി വളരില്ലായിരുന്നു, ആരെങ്കിലും തല്ലിക്കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോ 1.5 മീറ്ററുള്ള അണലിയിൽ വരെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പിടിച്ചിട്ടുണ്ട്. അതും നല്ല സൈസ്. അതൊന്നും കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ല.
അതുപോലത്തെ കാർഡ് അടിക്കാൻ പോയാൽ മതി. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ഇപ്പൊ എനിക്ക് അറ്റാക്ക് വന്നിട്ട് കൊല്ലരുത്. എനിക്ക് ഇങ്ങനെ പാമ്പ് എഴയുന്നത് എനിക്ക് കാണുമ്പം ശരീരത്തിലൂടെ പെരുക്കും. അതൊക്കെ മാറണം. നീ ഇടയ്ക്കൊരു പാമ്പിനൊക്കെ കയ്യിലെടുക്കണം. ഞാൻ ഒരു ഇന്റർവ്യൂവിന് ഇതുപോലെ പോയിട്ട് പെറ്റ് ഷോപ്പിലെ പാമ്പിനെ എടുത്തിട്ട് പെറ്റ് ഷോപ്പിലെ പാമ്പ് ഒന്നും ചെയ്യില്ല. അതെടുത്തിട്ട് എന്റെ മൈൻഡ് ഭയങ്കരമായിട്ടും ബ്ലോക്ക് ആയിപ്പോയി. പെറ്റ് ഷോപ്പിലെ പാമ്പ് ഒന്ന് അത് വിഷയില്ല, രണ്ടാമത് അതിനെ കുത്തിവെച്ച് മരവിപ്പിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ അതിങ്ങനെ ഇങ്ങനെ എഴയൂലേ, അതെനിക്ക് എന്തോ ഒരു. പക്ഷെ എത്രയോ ആളുകൾ അതിനെ വീട്ടിൽ വളർത്തി അതിന്റെ ഷോയ്ക്ക് ഇപ്പൊ അങ്ങനെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഇതുപോലുള്ള പാമ്പുകൾ, അതുപോലുള്ള പാമ്പുകൾ, നാട്ടിലെ പാമ്പിനല്ല, ഈ അണലിയോ മൂർഖനോ മറ്റുള്ളതൊന്നുമല്ല. പെറ്റ് ഷോപ്പിൽ അത് ലാബിലുണ്ടാക്കുന്ന പാമ്പാണ്. ആ പാമ്പുകളെ വളർത്താനുള്ള അനുവാദം ഇപ്പൊ നമുക്ക് ഉണ്ട്. പാമ്പിനെ വലിയ പാമ്പുകളെ ഇതല്ല, ഇപ്പൊ ഒരു 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 അരമീറ്ററിന് മുകളിലുള്ള പാമ്പുകളെ കംപ്ലീറ്റ് നമ്മൾ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പാമ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, ഇതിനും കുറച്ചുകൂടി വലിയ മൂർഖനൊക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് കയറും. അപ്പം നമ്മൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ പാമ്പുള്ള സ്ഥലത്ത് ചെന്നിട്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ PVC പൈപ്പ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ആക്കും. ഇതിൻ്റെ അകത്തേക്ക് ആക്കി ഒരു കൃത്രിമ മാളം നമ്മൾ ഉണ്ടാക്കി, കൃത്രിമ മാളം, ആർട്ടിഫിഷ്യലായിട്ട്. അപ്പം അത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കും, ഇങ്ങനെ അങ്ങോട്ട് വെക്കും, ഓൾറെഡി വെക്കും. ഓൾറെഡി വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഇതാണ് എൻ്റെ സ്റ്റിക്ക്. ഈ സ്റ്റിക്കിന് ഇപ്പൊ ഇത് പാമ്പാണെങ്കിൽ ഈ പാമ്പിനെ വാലിന്റെ ഭാഗത്ത് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇത് ഈ ഭാഗം ഇങ്ങനെ തലയെ കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയും. ഇപ്പൊ പാമ്പ് ഇത് മാളമെന്ന് ഉള്ള ധാരണയിൽ ഇതിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇതങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ വെച്ച് ഇതിങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. ചവിട്ടി പിടിക്കും. ചവിട്ടി പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഊരി ഇവിടെ ഇങ്ങനെ ചുരുട്ടും. ചുരുട്ടി ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് പാമ്പ് അവിടെയും പുള്ളി ആ വശത്തേക്ക് അങ്ങ് ഒതുങ്ങിക്കോളും. അപ്പൊ ഇങ്ങനെ ഒരു കെട്ട് കെട്ടും നമ്മൾ. ഇങ്ങനെ ഒരു കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ ഇതെടുക്കാം, പാമ്പിന്റെ അകത്താണ്. അത് ഇതിൽ കേറാത്ത ചില പാമ്പുകളുണ്ട്. അതിന്റെ ഇതിന്റെ ഒരു സഞ്ചിയുണ്ട്, പാമ്പിനെവിടെ കണ്ടുകൊണ്ട് വെച്ചിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ഇതുപോലത്തെ ഒരു സഞ്ചി ഇതിന്റെ അകത്ത് കണക്ട് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഇതിൽ കേറാത്ത ചില ഐറ്റംസ് ഉണ്ട്, ചില കുസൃതികളുണ്ട്. അപ്പൊ അവരെ നമ്മളിങ്ങനെ കോരി ഇതിന്റെ അകത്തേക്ക് എടുത്തേച്ചും പൊക്കി എടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി നമ്മൾ അതുപോലെ റെഡിയാക്കി. ചേട്ടാ, ഈ പറയുന്ന ഈ പാമ്പിന്റെ ഇതില്ലേ, ഈ തുണിക്ക് എന്തോരം കട്ടിയുണ്ട്? കാരണം പാമ്പ് ചീറ്റിയോ കൊത്തുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇതിന്റെ അകത്തുനിന്ന് പാമ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പൊസിഷൻ എടുക്കാണ്ട് പാമ്പ് കടിക്കില്ല. അങ്ങനെയുണ്ടല്ലേ? അത് കൂടാണ്ട് നമ്മൾ ഇതിന്റെ മൂല ഇത് കണ്ട ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പിടിച്ച് പാമ്പിനെ തിരിച്ച് പുറത്തേക്ക് എടുക്കുകയും ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയോ വേറെ ഇതിന്റെ അകത്ത് ആക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഭാഗത്തെ പിടിക്കാവുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പിടിക്കുള്ളൂ, പിന്നെ ഇങ്ങോട്ടൊന്നും നമ്മൾ പിടിക്കില്ല. കുഴപ്പമൊന്നും വരില്ല, എങ്കിൽ തന്നെയും ഇവിടെ തന്നെ നമ്മൾ പിടിക്കുള്ളൂ. അതായത് ഒരു സംശയം, പാമ്പ് ഇങ്ങനെ കൊത്തത്തില്ലേ? അങ്ങനെ ഈ ഇതിന്റെ അകത്തുനിന്ന് പൊസിഷൻ എടുക്കാൻ പറ്റില്ല. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ് ഇങ്ങനെ മൂർഖനാണെങ്കിൽ ഇങ്ങനെ എടുക്കും. മറ്റേ ഇതില് അണലിക്ക് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അണലി പക്ഷെ എങ്കിലും ഇതിൽ അങ്ങനെ സഞ്ചിക്കകത്താക്കി സഞ്ചിക്കകത്ത് നിന്ന് പുറത്തേക്ക് കടിച്ച ഒരു ചരിത്രമൊന്നും ഇല്ല. സംശയം കൊണ്ട് ആണ്. പിന്നെ നമ്മൾ നമുക്ക് ഇവിടെ ഒരു സേഫ് ആയിട്ട് കൈക്ക് വെക്കാവുന്ന പിടിക്കാവുന്ന ഒരു സാധനം ഈ മൂലക്ക് നമ്മൾ ഇത് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ ചേട്ടാ, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ ഇരിക്കുന്നത് ഒന്ന് കാണിക്കാവോ? അതിനെന്താ കാണിക്കാം? ഇത് അണലിയാന്നല്ലേ പറഞ്ഞേ? അതെ, ഇത് അണലിയാ. രണ്ടും അണലിയാ. ഈ അണലിയും മൂർഖനും തമ്മിൽ കാണാൻ എങ്ങനെയാന്ന് ചേട്ടന്? വളരെ വ്യക്തമാണ്. കാരണം ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചേനത്തണ്ട് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. ചേനത്തണ്ട് എന്തിനാണ്? ചേനത്തണ്ടൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ചേനത്തണ്ട്, ചേനയുടെ ഡിസൈൻ ഉണ്ടല്ലേ? ചേനയുടെ തണ്ടിന്റെ ഡിസൈൻ. ഓക്കെ. പിന്നെ ഇപ്പം മലമ്പാമ്പിനെ കണ്ടാലോ? മലമ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കറുപ്പും പാണ്ടും, അത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പൊ ഈ മൂർഖനെ എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നതാ? ഇതൊക്കെ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ ഈ മാസം ഇത് കൂട്ടുള്ള ഈ കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ നിരന്നു വരുന്നത്. ഇതിപ്പോ മുട്ട വിരിഞ്ഞ കുഞ്ഞാണ്, മറ്റത് പ്രസവിച്ചതാണ്. ഇത് മുട്ട വിരിഞ്ഞിട്ട് ഇതും ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയോ ഒരു 10 ദിവസമോ പ്രായമുള്ള ഒരു കുഞ്ഞാണ്. പാമ്പുകളുടെ ഒക്കെ ജീവിതകാലം എത്രയാണ്? ജീവിതകാലം വേണ്ട 10-12 വർഷമൊക്കെ ഉണ്ട്. പാമ്പുകൾ ചുമ്മാ വന്നാണോ കൊത്തുന്നത്, അതോ നിങ്ങൾക്ക് ശത്രുക്കൾ? എന്താ ഇവരുടെ പ്രശ്നം? എന്താ നമ്മൾ ശത്രുവാണെന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് പാമ്പ് നമ്മളെ കൊത്തുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു, പാമ്പ് അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഓടി വന്നൊന്നും കൊത്തിയൊന്നുമില്ല. ഒരു പാമ്പും അങ്ങനെ കൊത്തിയല്ല. നമ്മൾ അവരെ ഉപദ്രവിക്കും എന്നൊരു ഘട്ടം
അവസാനത്തെ നിമിഷത്തിൽ അവർ തോന്നുമ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നത്. ഉപദ്രവിക്കുന്നത് ചേട്ടാ. അതുപോലെ തന്നെ കുപ്പിക്കകത്ത് അടച്ചു വെച്ച് അപ്പൊ അവർക്ക് ബ്രീത്തിങ് കിട്ടും. ബ്രീത്തിങ് ഉണ്ടല്ലോ, ഹോള് ആവശ്യത്തിനുള്ള ഹോള് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 പാമ്പിനുള്ള ശ്വാസം അതിന് സുന്ദരമായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഹോളുകൾ ഈ കുപ്പിക്കകത്ത് നിങ്ങൾ ഓൾറെഡി വെക്കും. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഈ വീഡിയോ ഇപ്പം പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ ആ അടപ്പൊക്കെ തുറന്ന് അയാൾ കാണിക്കുമായിരുന്നു. എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേടിയുള്ള ഒരാളെ പാമ്പ് കടിച്ച് അവർ മരിക്കാൻ സാധ്യത പെട്ടെന്ന് കൂടുതലാന്ന് പറയുന്നത്. പേടിയുള്ള ആളുകളെ പാമ്പ് കടിച്ചാൽ മരിക്കാൻ സാധ്യത കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് പേടിയുടെ കാര്യം കൊണ്ട് തന്നെ അവർക്ക് ഹാർട്ട് ബീറ്റ് കൂടും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും അയാളെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. അയാളെ പാമ്പ് കടിച്ച അതേ സ്ഥലത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ അവിടെ മുറിവ് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു കെട്ട്, അതായത് ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകുന്ന രീതിയിലല്ല, ചെറിയ രീതിയിൽ ആ മുറിവിൻ്റെ തൊട്ട് മുകളിൽ വെച്ചൊരു കെട്ട് കെട്ടി, അല്ലാണ്ട് വലിച്ചു മുറുക്കി കെട്ടരുത്. കൈ ചിലപ്പോൾ ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരും. അങ്ങനെ ചെയ്ത് വലിച്ചു മുറുക്കി കെട്ടി കഴിഞ്ഞാൽ, കാരണം ചിലപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കേണ്ട ആശുപത്രി എടുത്താൽ. അപ്പം ഇത്രയും ഇവിടെ ആളിന് വിവരമില്ലാത്തതുകൊണ്ട് വലിച്ചു മുറുക്കി കിട്ടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം ചിലപ്പോൾ വരവിച്ചു പോകും. ചിലപ്പോൾ ആ ഭാഗം ചിലപ്പോൾ പിന്നെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു കെട്ട് കെട്ടി അയാളെ ഒരു കാരണവശാലും ശരി, അയാളെ വളരെ മോട്ടിവേഷൻ, അതായത് യാതൊരു പ്രശ്നമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊരു രീതിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇപ്പോൾ വല്ല വഴിയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് കസേരയിലെടുത്ത് റോട്ടി വരെ കൊണ്ടുവരിക, അവിടെ നിന്ന് കെയർ ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക്. മുറിവ് നന്നായിട്ട് കഴുകണം, സോപ്പിട്ട് കഴുകുക. കാരണം ഇപ്പൊ മഴക്കാലമാണ്, ചേട്ടൻ പറഞ്ഞത് വലിയ കാര്യമാണ്. മഴക്കാലമാണ്, സോപ്പിട്ട് കഴുകണം. ആ മുറിവിനെ അത്ര രീതിയിൽ കെയർ ചെയ്ത് ആളെ കൊണ്ടുപോയാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ചേട്ടാ, ഇപ്പൊ ഈ മഴക്കാലത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പാമ്പ് ഒരുപാടാണ്. ചേട്ടൻ തന്നെ പറഞ്ഞു ഒരുപാടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ സമയത്ത് അതുങ്ങൾ ഉണ്ടാവുന്ന. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ പോവാണ്, ആ പാമ്പിന് ഇയാൾക്ക് അറിയത്തില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പാമ്പുകളെ അറിയില്ല. ഇപ്പൊ ചേട്ടൻ കാണിച്ചു തന്ന അണലീനെ അറിയാം, മൂർഖനെ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ പാമ്പിനെ കാണാണ്ട് നമ്മൾ കടിച്ച പാമ്പിനെ കുറിച്ച് എങ്ങനെയാ നമുക്ക് വിവരിക്കാൻ പറ്റും? നമ്മള് അപ്പൊ തന്നെ പേടിച്ചു പോകും. കടിച്ച പാമ്പിനെ കുറിച്ച് പല്ല് കണ്ടിട്ട് എങ്ങനെയാണ്? പല്ല് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും. പിന്നെ അതിനേക്കാൾ ഉപരി അത് വൈദ്യന്മാർക്കാണ് പല്ല് കണ്ടു കഴിഞ്ഞാൽ അറിയണത്. ആയുർവേദത്തിൽ ഇവര് ഇപ്പൊ പാമ്പിനെ കണ്ട ആള് കടിച്ച ആൾക്ക് കൺഫേം കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ചികിത്സ എളുപ്പമായി. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത് ആൻറ്റിവെനം കിട്ടുന്ന, നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ മറ്റുള്ളവരുടെ അന്വേഷിച്ചോ ആൻറ്റിവെനം ഉള്ള ആ ഹോസ്പിറ്റലിൽ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. എന്നിട്ട് വേണം വണ്ടിയുടെ റൂട്ട് അങ്ങോട്ട് മാറ്റാൻ. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രി കൊണ്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോകുന്നത് തന്നെ ആൻറ്റിവെനം കിട്ടുന്ന ആശുപത്രിയിലേക്ക് തന്നെ പോകാവുള്ളൂ. ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ സർക്കാർ ആശുപത്രി കൊണ്ടുപോകരുത്. അവിടെ ഫസ്റ്റ് എയ്ഡും കിസ്റ്റ് എയ്ഡൊന്നും ഇല്ല. ഇതിന് ഫസ്റ്റ് എയ്ഡ് ആന്റിവെനം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആണ്. അല്ല. അതായത് ആന്റിവെനം നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഏത് പാമ്പാണ് കടിച്ചതെന്ന് അവർക്ക് അപ്പം അറിയാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് ആണ്. ഞാൻ ഇതായിരുന്നു എനിക്ക് അറിയാനുള്ള ഒരു സംശയം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് പാമ്പാണ് കടിച്ചത് കൃത്യമായിട്ട്, ഏത് പാമ്പ് ബോഡിയിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ആന്റിവെനം ഉണ്ട്. അല്ലാണ്ട് എല്ലാം ഒരേ ആന്റിവെനം അല്ല. അല്ല, ഇത്രയും നാളത്തെ സംശയമായിരുന്നു. കാരണം പലരും പാമ്പ് കടിച്ചു, അവര് പാമ്പ് കടിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി വെക്കണം ഏതാ പാമ്പെന്ന്. പാമ്പ് കണ്ടാൽ അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു ആൾക്കൊരു കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് പറയാൻ പറ്റുന്നത്? ഇതാണ് സംഭവം. ഓക്കെ, ഏതായാലും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു അത്, അല്ലേ? നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി എന്നുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട്. അതുപോലെ ഈ പാമ്പ് കടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മധൈര്യം കൈവിടാണ്ടിരിക്കുക. ആത്മധൈര്യം കൈവിടുന്ന നിമിഷം ഈ സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൂടുതൽ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് എപ്പോൾ കൂടുന്നുവോ ആ കൂടുന്നതനുസരിച്ച് ഇവൻ പെട്ടെന്ന് പമ്പ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുക. അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അണലിയുടെ വിഷം ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ ക്ലോട്ടിങ് നിർത്തിക്കളയും. ഇപ്പൊ ചേട്ടാ, ഞാൻ പല രീതിയിൽ ചോദിക്കാം, പാമ്പ് കുത്തുന്നത് ഒരു തവണയാണോ പല തവണ? ഒറ്റ തവണ, അല്ലാണ്ട് 5-6 തവണയൊന്നും കുത്തേണ്ട കാര്യമില്ല. ഒരു തവണ കൊത്തിക്കഴിഞ്ഞാൽ അതൊരു 3 മിനിറ്റ് കഴിയണം അതിന് അടുത്ത വിഷം അതിൻ്റെ ഭാഗത്ത് ആ ഉറയിലേക്ക് വരാനായിട്ട്. അല്ലാണ്ട് കുറേ കൊത്തൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് ഇങ്ങനെ ചില വീഡിയോകളൊക്കെ കാണിക്കുന്നത് അത് പ്രതിരോധിക്കുന്നു, കൊത്തിയല്ല. വിഷം ഒറ്റ പ്രാവശ്യമേ ശരീരത്തിൽ കയറുള്ളൂ. അത് ഏകദേശം ഒരു 3-5 മിനിറ്റിന് ശേഷം വീണ്ടും വിഷം അതിന് ശരീരത്തിലേക്ക് അതിൻ്റെ ഇതിലേക്ക് വരുള്ളൂ. ഇപ്പൊ ഈ അണലിയുടെ വിഷമാണോ മൂർഖന്റെ വിഷമാണോ പെട്ടെന്ന്
മരണത്തിന് കാരണം അണലി തന്നെയാണ് കൂടുതൽ. കാരണം അണലിയുടെ വിഷം നമ്മുടെ ഹാർട്ടിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇതാണ് സംഭവം. നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആകുന്ന ആ ഒരു പ്രക്രിയ നിർത്തിക്കളയും. അതാണ് ഏറ്റവും പെട്ടെന്ന്. പിന്നെ ഇതിനേക്കാളുപരി അണലിക്ക് വേറൊരു തകരാറുണ്ട്. ഇനി അണലി കടിച്ച് രക്ഷപ്പെട്ടെന്ന് വെച്ചു, ശരീരം കുറേ നാള് അതിൻ്റെ ബ്ലഡും ഈ ബ്ലഡിൽ നിന്ന് നമ്മുടെ ശരീരത്ത് അതിൻ്റെ ഒരു കുമിളകൾ പോലെ ഒരുപാട് ചൊറി പോലെയുള്ള അത് കഴിഞ്ഞ് നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും. പിന്നെ അവർക്ക് ആശുപത്രിക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ആയുർവേദം പലരും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഈ കാലിങ്ങനെ തീർത്ത് കാണാൻ കുള്ളിയിലാണ്ടാകുക, ഈ കടിച്ച ഭാഗം ഏത് മൂർഖം കഴിച്ചാലും അവിടെ കുറച്ച് പൊള്ളിയ പോലെ ഇരിക്കും. അതത്രയേ ഉള്ളൂ. പക്ഷേ അണലി കടിച്ച ആളൊരു തകരാറെന്ന് പറഞ്ഞാൽ അണലി കടിച്ച് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തന്നെ ദീർഘകാലം ആ ഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് ആക്സിഡന്റ് നടന്നുള്ള ഒരു പാട് പോലെ തന്നെ അങ്ങനെ നിലനിൽക്കും. പാട് മാത്രമല്ല, പിന്നെ നീർവീഴ്ച, മറ്റ് പ്രശ്നങ്ങൾ, അതെല്ലാം അത് ഈ ആസ്മയും അതുപോലെ തന്നെ പിന്നെ ഷുഗറും ഒക്കെ ഉള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ വളരെ പാടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. ഇവിടെ ഇപ്പൊ എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ട്? ഇപ്പൊ ഒരു 10 കുഞ്ഞുങ്ങളോളം ഉണ്ട്. ബാക്കി മൊത്തം കൊടുത്തു? ആഴ്ച കൊടുക്കും. 40ഓളം പിള്ളേരെ കൊടുത്തു? അല്ല, ഇനിയുണ്ട്. അല്ല, മുട്ട വിരിയാനുണ്ട്. മുട്ട വിരിയാനും ഉണ്ട്. മുട്ട വിരിയാനാണ്. നമുക്ക് ഇവിടുത്തെ ചേട്ടന്റെ വീടാണ്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലല്ലേ ഏട്ടാ? ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിന് വിരിയിച്ചേക്കുന്നത്. ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ പാമ്പും കുഞ്ഞുങ്ങളും അതത്ര റിസ്ക് എടുത്തിട്ട് മുട്ട വിരിയിച്ചിട്ട് അവർ വിരിയിക്കുന്ന എങ്ങനെ? തന്നെ ഒന്നും വേണ്ട. കാരണം അവര് പ്രകൃതിയുടെ സ്വത്തല്ലേ. നമ്മളത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ആ പറമ്പിരുന്ന് വിരിയേണ്ടതാണത്. ഇതിന് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റേ കോഴി അതുപോലുള്ള ബന്ധങ്ങളൊന്നുമില്ല. പാമ്പിന്റെ മുട്ട എന്ന് പറയുന്നത് കുഞ്ഞു 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 അല്ല. ഒരു 5 താറാവിന്റെ മുട്ട കൂടുന്നതാണ് മുട്ട. അത് ഇത്ര ഉണ്ടാവും. അതായത് അതിൻ്റെ അകത്ത് ഈ പാമ്പ് വിരിയുമ്പോ തന്നെ ഇത് ഇത്ര ഉണ്ടാവും. ഈ വിരിയുമ്പോ തന്നെ അതിപ്പോ നമുക്ക് കാണാം. വിരിഞ്ഞാൽ അപ്പൊ തന്നെ ഇത്ര ഉണ്ടാവും. അപ്പൊ മറ്റേ മൂർഖന്റെ അണലിയുടെ ഒക്കെ വളരെ ഒരു മുട്ടക്കകത്തൊന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനത്തെ മുട്ട എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വിട്ട് കിട്ടുന്ന മുട്ടയല്ല, ഒരു പുറ്റ് പോലെയാണ്. അത് എല്ലാം കണക്റ്റഡ് ആണ്, ഒട്ടിയാണ് ഈ മുട്ടകളിലായിരിക്കുന്നത്. ഇത് മുട്ടകൾ കേട്ടോ, മുട്ടകൾ കണ്ടേ വന്നു. കുഞ്ഞുങ്ങൾ, വിരിഞ്ഞ കുഞ്ഞുങ്ങൾ, ബാക്കിയൊക്കെ ഇങ്ങനെ കൊടുത്ത് വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. മുട്ടയൊക്കെ ഇനി വിരിയാനായിട്ട്. ഇത് മുട്ടയുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു അനങ്ങിയല്ല, മുകളിലേക്കൊന്നും വരില്ല. അല്ല, അവർക്ക് എന്താ മൂടാതെ വെച്ചേക്കുന്നത്? അത് ഞാൻ ഇപ്പൊ മൂടിയതാ, ഇപ്പൊ എടുത്തതാ. മുട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കത്തില്ലേ വെള്ളമുട്ടയാണെന്ന്? വെള്ളയല്ല, ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഓഫ് വൈറ്റ് ആണ്. ഞാൻ പേടിച്ചിട്ടാണ് നോക്കിയത്. അത് ശരിക്കും ഈ ഫുട്ബോളിന്റെ ഇത് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നല്ലേ? അങ്ങനെ അതിൽ നിന്നാണ് ഓരോന്നും ഇറങ്ങുന്നത്. ഇപ്പൊ ചേട്ടാ, നമ്മളിപ്പോ പെരുമ്പാമ്പിനെ കണ്ടു. ഇപ്പം ഞാൻ നോക്കിയപ്പോ പെരുമ്പാമ്പിനും ആ ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒരു അണലിയെ പോലെ, നമ്മൾ പറഞ്ഞ ചേണത്തണ്ടം പോലെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഈ കേരളത്തിലെ ചിലവരും, അതായത് അണലി ഒരു വലിയ സൈസാണ്, പെരുമ്പാമ്പാണ് വലിയ സൈസ്. ഇവരെങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ സൈസിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം? കാരണം ഇവരുടെ പുള്ളികളൊക്കെ ഏകദേശം പുള്ളികളൊക്കെ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ അണലിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോതമ്പിന്റെ കളറാണ്. ഒരു ഗോതമ്പിന്റെ കളർ, മൊത്തത്തിലുള്ളൊരു കളർ ഗോതമ്പിന്റെ. അത് ചെറിയ ചേഞ്ച് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അണലിയും തന്നെ പല പ്രദേശത്ത് നിന്ന് പിടിക്കുമ്പോൾ കുറച്ച് ഇരുണ്ട പ്രദേശത്ത് നിന്നാണെങ്കിൽ അത് ഇച്ചിരി ഫെയ്ഡായി പോകും. ഈ ഗോതമ്പെന്നുള്ള സംഭവം ഇച്ചിരി ഫെയ്ഡായിട്ടിരിക്കും. അത് പാമ്പുകളെല്ലാം അങ്ങനെ തന്നെയാണ്. മലമ്പാമ്പാണെങ്കിലും നല്ല കട്ടപ്പുഴിയുടെ അടുക്കുന്ന പിടിക്കുന്ന പാമ്പാവിന് നല്ല ഭംഗിയായിരിക്കും. നല്ല സ്വർണ്ണ ഒരു ചെമ്പ് കളറിൽ ഒക്കെ ഇരിക്കും. ഈ കായലിൽ നിന്നോ അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് പിടിക്കുന്ന കറുത്തിട്ട് ഡിസൈൻ എല്ലാം ഒന്ന് തന്നെ. എല്ലാ പാമ്പിനും തനതായ ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിൽ ഒരിക്കലും മാറ്റം പറ്റില്ല. കളറിന് ചെറിയ ഫെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. അണലി എന്ന് പറയുന്നത് ഒരു 1.5 മീറ്ററിന്റെ അപ്പുറത്ത് പോകില്ല. ഇപ്പോഴാണ് ഈ അണലി 1.5 മീറ്ററിലേക്ക് വന്നത്. ആ അണലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വെച്ചാൽ അവൻ ചെറിയൊരു കൊച്ചു ചെടി മതി, ആ അണലി അതിന്മേൽ ഇങ്ങനെ ചുറ്റി ഇരിക്കും. ഒരിക്കലും പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ചില മരത്തിലൊക്കെ കയറിയിരിക്കുന്നതല്ലാണ്ട് വലിയ പിന്നെ പാമ്പൊന്നും അങ്ങനെ കയറില്ല. പക്ഷെ കയറും അവർ. ഈ കുഞ്ഞിനെയൊക്കെ പിടിക്കാൻ കിളിയുടെ കൂട് തപ്പി കയറും. അപ്പൊ ഇതാണ് സംഭവം. അണലി ഒരിക്കലും വലിയ മരത്തിലേക്ക് കയറത്തില്ല. പിന്നെ അണലി വെള്ളത്തിൽ കിടക്കില്ല. വെള്ളത്തിൽ കിടക്കും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ചത്തുപോകും. അതിന് നീന്താൻ അധികം കഴിവില്ല. പക്ഷെ മൂർഖൻ അങ്ങനെയല്ല. മൂർഖൻ തല പൊക്കി പിടിച്ചോണ്ട് അവൻ എത്ര വേണമെങ്കിലും നീന്തും. പെരുമ്പാമ്പ് വളരെ നീന്തൽ വിദഗ്ധരാണ്. അവൻ അടിയിൽ കൂടി പോകും, നല്ല സ്പീഡിൽ പോകും.
ഇപ്പോൾ ഒരു തോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 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 10 മിനിറ്റുള്ളിൽ അവൻ ഒരു കിലോമീറ്റർ കരയെ കൂടി നീന്തണേക്കാൾ സ്പീഡിൽ. വെള്ളത്തിൽ പാമ്പ് കടിക്കുമോ ചേട്ടാ? വെള്ളത്തിൽ പാമ്പ് പിടിച്ച ചരിത്രമുണ്ട്. ഈ മത്സ്യബന്ധനം നടത്തുന്നത് ഈ മൂർഖൻ തല പൊക്കി പിടിച്ചിട്ട് അവൻ ഈ പായലിൻ്റെ ഇടയിലിരിക്കും. പാമ്പ് പിടിച്ച ചരിത്രമുണ്ട്. അതൊക്കെ അപൂർവമല്ലേ, കാരണം വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നവരൊക്കെ കുറവാണല്ലോ. ഇപ്പൊ ചേട്ടാ ചിലവർ പറയുന്നുണ്ട് പെരുമ്പാമ്പ് നമ്മളെ ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അവർ വാല് വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് വിഷം വന്നിട്ട് നമ്മൾ ഇങ്ങനെ ബോധം കെട്ട് പോയിട്ട് എന്നിട്ടാണ് നമ്മളെ കൊല്ലുന്നത്. അല്ല, ഭയങ്കരമായ തെറ്റിദ്ധാരണയാണത്. അങ്ങനൊരു സംഭവം ഞാൻ എത്രയോ വർഷമായിട്ട് പഠിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യവും തപ്പി നോക്കിയിട്ടുണ്ട് ഇങ്ങനൊരു മുള്ളുണ്ടോ എന്ന്. പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു മുള്ളില്ല. അവിടെ ഒരു ദ്വാരമുണ്ട്. അത് അതിൻ്റെ മലമൂത്ര വിസർജനത്തിനുള്ളൊരു സംഭവമാണ്. അല്ലാണ്ട് അവിടെ മുള്ളുമില്ല, ഒന്നുമില്ല. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അവിടെ കൂടി മലം അല്ലെങ്കിൽ മൂത്രം വിസർജിക്കുന്നത് പേടിച്ചിട്ടാണ്. അല്ലാണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കുറച്ച് പേടി, നമ്മളെക്കാളും ഒരുക്കത്തെ പേടിയാണ് പാമ്പിന്. പാമ്പ് വിചാരിക്കുന്നത് അവരെ കൊല്ലാൻ പോയെന്നുള്ളത് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അല്ലാണ്ട് അവിടെ മുള്ളൊന്നോ അങ്ങനെ ഒരു സംഭവമില്ല. അത് കഴിച്ചാൽ ഒട്ടും വിഷവുമില്ല. ചേട്ടാ ഒരു കാര്യം ഞാൻ ആദ്യം ചോദിക്കേണ്ട കാര്യമായിരുന്നു ശരിക്കും. ചേട്ടൻ ആദ്യമായിട്ട് ഈ പാമ്പ് പിടുത്തത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? പാമ്പ് പിടുത്തത്തിൽ ഈ പാമ്പിൻ്റെ ആ ഒരു ദയനീയാവസ്ഥ, അതായത് ഈ പലപ്പോഴും ഞാൻ കാണുന്നത് ഈ പാമ്പിനെ ആളുകൾ വളരെ ശത്രുവായിട്ടാണ് കാണുന്നത്. ചിലവരിങ്ങനെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് നെറ്റിലൊക്കെ, അതൊക്കെ ഭയങ്കര ക്രൂരത. അത് കൊല്ലുക മാത്രമല്ല, ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിഷമായിട്ട് പാമ്പ്, ഇപ്പോൾ വിഷമുള്ളൊരു പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യനെ. പക്ഷെ എന്നിട്ടും അതിനെ ഈ വിറകൊക്കെ കൂട്ടി കത്തിച്ച് കളയുന്നൊരു സ്വഭാവം എന്തോ മനുഷ്യരുടെ തെറ്റിദ്ധാരണകളാണത്. ഒരിക്കലുമില്ല. പിന്നെ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഏത് പാമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പിന് ചലിക്കാൻ പറ്റില്ല. ചേട്ടാ അതില്ലേ നമ്മൾ പറയത്തില്ലേ പാമ്പിന്റെ ദേഹത്തൂടെ വണ്ടി കയറി അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ പാമ്പ് പക ഓർത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്മെല്ല് പിടിച്ചു വന്ന് കൊത്തും? ഒന്നുമില്ല. അതൊക്കെ കെട്ടുകഥകളാണ്. അതൊക്കെ വെറും കഥകൾ ഉണ്ടാക്കുന്നവർ മെനയുന്ന ഓരോ സംഭവങ്ങൾ. ആ പാമ്പ് വേറെ കടിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ആ പാമ്പാണെന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നതാണ്. ചേട്ടൻ ആദ്യമായിട്ട് പാമ്പ് പിടിച്ചെന്നാ ഇങ്ങനെ ഈ ഒരു ഞാനത് ഓർക്കുന്നില്ല. എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 20-22 വർഷം മുമ്പാണ്. ആദ്യം ഞാൻ ഈ വിഷമുള്ള പാമ്പിനെ അല്ല പിടിച്ചത്, മലമ്പാമ്പിനെയൊക്കെ പിടിക്കുന്ന ഒരു രീതിയിലേക്കും വന്ന് പിന്നെ നമ്മളൊരു പാമ്പ് പിടുത്തക്കാരനായിട്ട് ആളുകൾ തന്നെ ആക്കി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാ പാമ്പുകളെയും കാണുമ്പോൾ പിടിക്കും. അന്നൊന്ന് സർക്കാരിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയൊന്നും വേണ്ട. നമ്മൾ ചെന്ന് അതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഫോറസ്റ്റുകാരെ വിളിച്ച് അങ്ങനെ കൊടുക്കേണ്ട പതിവാണുള്ളത്. അവരിവിടെ വന്ന് ആരെങ്കിലും ഏതെങ്കിലും ഫോറസ്റ്റുകാരൻ വന്നിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ അക്കൗണ്ടിൽ എഴുതും. അവർക്കതിന് സ്റ്റൈഫൻഡ് ഉണ്ടായി, ഇത്ര എണ്ണം കാണിക്കുന്നതിന് സ്റ്റൈഫൻഡ് ഉണ്ട്. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടം. അത് കഴിഞ്ഞ് ഇപ്പോൾ 1.5 വർഷങ്ങളിൽ ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ലൈസൻസ് കൊടുത്തതിന് ശേഷം അവരിപ്പോൾ കൃത്യമായ എണ്ണം, ഞാൻ എടുക്കുന്ന പാമ്പിൻ്റെ എല്ലാത്തിൻ്റെ എണ്ണം കുറിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അവർ സ്റ്റൈഫൻ്റൊക്കെ തരുമെന്ന് പറഞ്ഞു. സ്റ്റൈഫൻ്റ് തന്നില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്കൊരു കിറ്റ് കിട്ടിയാൽ മതി. അല്ലേ? അയ്യോ ചേട്ടൻ പറഞ്ഞത് ഭയങ്കര വലിയ കാര്യം കേട്ടോ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതൊന്നും കറക്റ്റല്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഇതുകൊണ്ട് പിടിച്ചിട്ട് ഒരു ഉപദ്രവവും. ചേട്ടാ ആ കഥ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, ഈ മുട്ട കിട്ടിയ കഥ. പടിഞ്ഞാറ് മനക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, കടലോര പ്രദേശം. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിളി വന്ന്, ചേട്ടാ ഒന്ന് ഓടി വരണം, ഇവിടെ പാമ്പ് 2-3 പാമ്പ് ഇവിടെ ഉണ്ട്, അതുങ്ങൾ ഓടി, ഞങ്ങൾ JCB വെച്ച് പറമ്പ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ തുറവൂരിന്നൊരു 7 കിലോമീറ്റർ ഉണ്ട് അവിടെ. അവിടെ നിന്ന് കൂടി അവിടെ ചെന്നപ്പോൾ പറമ്പൊക്കെ കുറച്ച് JCB ക്ലീൻ ചെയ്ത്, JCBക്ക് മനസാക്ഷിയില്ലല്ലോ. അപ്പോൾ പാമ്പെല്ലാം ഓടി, തള്ളപ്പാമ്പുകളെല്ലാം ഓടിപ്പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് മുട്ടകളാണ്, അത് 10, 70, 80 മുട്ടകളൊക്കെ കാണും. അതിൽ കുറച്ച് മുട്ടയൊക്കെ ഈ പരിക്ക് പറ്റി. അപ്പോൾ ആ പരിക്ക് പറ്റിയ മുട്ടകളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അടത്തിയെടുത്ത് വെച്ചാൽ ഇത് ഒരു സെറ്റാണിത്, എല്ലാം ജോയിൻറ്റ് ആയിട്ടിരിക്കുന്നത്, സെപ്പറേറ്റ് അല്ല. അപ്പോൾ പരിക്ക് പറ്റിയ മുട്ടകളൊക്കെ അവിടെ തന്നെ പൊളിച്ചങ്ങോട്ട് മാറ്റിയിട്ടേച്ചും ബാക്കിയുള്ള മുട്ടകൾ ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവരോടുള്ള ആ അവർ ഒരു പക്ഷേ അതിനകത്ത് കായലിരിയെ അല്ലെങ്കിൽ മീനിന് ഭക്ഷണമാക്കി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഞാനത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ അപ്പം തന്നെ കൊണ്ടുവന്നു. ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. കാരണം പാമ്പുകൾക്ക് നമ്മൾ പാമ്പല്ല എന്ത് ജീവിയാണെങ്കിലും നമ്മൾ കൂട്ടം കൂടി ആക്രമിക്കുന്നത്, ആക്രമണമൊന്നും അത്ര വലിയ
ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത, അതുങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഇങ്ങനെ കുറെ ആളുകളൊക്കെ അതെ ലോകത്തുണ്ട്. അതെ അതെ അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചേട്ടൻ്റെ നമ്പർ ഇടാം, ചേട്ടനെ വിളിക്കുക, ചേട്ടൻ എത്തപ്പെടുന്ന സ്ഥലങ്ങളാണ്, ചേട്ടൻ വന്ന് റെസ്ക്യൂ ചെയ്യും. റെസ്ക്യൂ ചെയ്ത് തിരിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി വിടും. മാത്രമല്ല ഫോറസ്റ്റുകാരോട് ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റൈഫൻഡ് അല്ല ചേട്ടന് വേണ്ടത്, അതിനെ നേരെ രീതിയിൽ പിടിക്കാൻ, ശാസ്ത്രീയമായി പിടിക്കാൻ അവരുടെ ഒരു കിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഇവർക്കും കൊടുക്കണം. കാരണം ഒരുപാട് പേർക്ക് ഇപ്പം ലൈസൻസ് കൊടുക്കുന്നുണ്ട് സർക്കാർ. കാരണം അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ പറ്റുന്നില്ല. എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സ്നേഹികൾ, മൃഗസ്നേഹികൾ അല്ലെങ്കിൽ ഇതുപോലെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇവരിത് ചെയ്ത് കൊടുക്കണം തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വരുന്നതിനെ കഴിഞ്ഞും ഫോറസ്റ്റുകാർ വരുന്നതിനെ കഴിഞ്ഞും 1 മണിക്കൂർ മുന്നേ ഇവരെത്തിയിരിക്കും. അപ്പോൾ ഇവരിലുള്ള പ്രതീക്ഷ നാട്ടുകാർക്ക് അത്രയുണ്ട്. അപ്പം എന്താണെങ്കിലും ഫോറസ്റ്റുകാർ ഇവർക്ക് കൊടുക്കണം. ചേട്ടാ അതെ. കണ്ടതിനും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. ഓക്കെ, താങ്ക് യു. കാരണം വെച്ചാൽ എനിക്കും വളരെ സന്തോഷം. കാരണം ഈ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കുറച്ചെങ്കിലും ആളുകൾ, ഇപ്പോൾ മാഡത്തിനെ കൂട്ടുള്ളവരെങ്കിലും കുറച്ചെങ്കിലും ഇപ്പോൾ ഒരു ഇത്തിരി ഭയം കുറഞ്ഞിട്ടില്ലേ നേരത്തെക്കാളും, ഒരല്പം അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് വേണ്ടത്. കാരണം ഭയപ്പെടണ്ട. നിങ്ങൾക്ക് അത്ര ഭയപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ ഞങ്ങളെ കൂട്ടുള്ളവരെ വിളിക്കുക. ഞങ്ങൾ ഇപ്പോൾ എനിക്കെത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തുള്ള ആളെ റെസ്ക്യൂ ചെയ്യുന്ന ആളെ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അവരെ കൊല്ലണ്ട എന്നേ നമുക്ക് പറയാൻ പറ്റും. കൊല്ലാൻ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഞങ്ങൾ മനസ്സോട് സമ്മതിക്കില്ല. പിന്നെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയമല്ല, ഭയത്തേക്കാൾ ഉപരി എനിക്ക് ആ വസ്തുവിന്റെ എഴഞ്ഞു പോകുന്നതിനോടുള്ള ഒരു മൈൻഡിൽ ഒരു പിന്നെ പ്രശ്നമാണ്. പാമ്പ് പക്ഷെ എനിക്ക് മാത്രമല്ല. അതിനെ കൊല്ലുന്നതിനോടും താല്പര്യമില്ല. അതെ അതെ. പിന്നെ എനിക്കതിനെ കൊല്ലുന്ന താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. ജീവിയാണ്, അത് അതെ, അതെ, അതെ. ജീവിക്കണം. അതെ. പിന്നെ പാമ്പ് മാത്രമല്ല എല്ലാ ജീവികളും. ഞാൻ മരപ്പെട്ടി പല പ്രാവശ്യവും മരപ്പെട്ടി ഈ ചില ഫർണിച്ചറുകളിലേക്ക് ഇട്ട് മരപ്പെട്ടീനെ അവിടെ നിന്ന് രക്ഷിച്ച് അവർക്ക് അത് ഞാൻ ഇവർക്ക് കൊടുക്കില്ല. മരപ്പെട്ടി, കീരി, പിന്നെ ഉടുമ്പ്, ഇതെല്ലാം ഈ ഉടുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഈ ഉടുമ്പ് ചില കടകളിൽ ഓടി കയറും. ഈ ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി ചെറിയ ചെറിയ ജീവനെ തിന്നാൻ വേണ്ടി പോകണതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ അവിടെ നിന്ന് അതിനെ പിടിച്ച് പോലീസുകാർ ഈ റൗഡികളെ പിടിച്ച് കാപ്പ ചുമത്തി നാട് കിടക്കും പോലെ നമ്മൾ ചാക്കിൻ്റെ അകത്താക്കി കാപ്പ ചുമത്തി ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടിടും വേറൊരു കാട്ടിൽ. അല്ല, അതെ, എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു ലോകമായത്. അവിടെ നമ്മൾ മനുഷ്യന് മാത്രമല്ല, മനുഷ്യരുടെ ഒരു വിചാരണ മനുഷ്യൻ മാത്രം ഇവിടെ മതി. ഇവരെല്ലാം വേണം. അങ്ങനെ ഇവരെ നോക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഇവരും നമുക്ക് വേണം. എനിക്ക് പാമ്പിന് ഇപ്പോഴും പേടിയുണ്ട്, സ്റ്റിൽ പേടിയുണ്ട്. പക്ഷെ ചേട്ടൻ്റെ കൂടെ നിന്നതുകൊണ്ട് പേടിക്കല്ല ആക്കം കുറഞ്ഞത്. ലൈക്ക് എനിക്ക് ഓക്കെ, ഞാൻ കണ്ണു തുറന്ന് നോക്കാനെങ്കിലും കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. എന്നാലും ചേട്ടാ ഭയങ്കര സന്തോഷം. ഓക്കെ, താങ്ക് യു.